ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും അനുഭവങ്ങൾ പങ്കുവെക്കുന്ന വലിയ നോമ്പിൻ്റെ കാലത്തിലൂടെ നാം കടന്നു പോവുകയാണല്ലോ. ഇന്ന് നോമ്പിൻ്റെ 25-ാം ദിവസമാണല്ലോ, അതായത് പകുതി നോയമ്പിൻ്റെ ദിവസം. ഇന്നത്തെ ചിന്താവിഷയം ക്രൂശിതനിലേക്കുള്ള നോട്ടം എന്നുള്ളതാകുന്നു. നോമ്പ് കഷ്ടാനുഭവത്തിലേക്കും ക്രൂശീകരണത്തിലേക്കുമുള്ള ഒരു തയ്യാറെടുപ്പാണ്. അതായത് നോമ്പിൻ്റെ പൂർത്തീകരണം അല്ലെങ്കിൽ പൂർണ്ണത കഷ്ടാനുഭവത്തിലും ക്രൂശുമരണത്തിലുമാണ്. കുരിശും യേശുക്രിസ്തുവും ഉയർപ്പുമില്ലാതെ നോമ്പുകാലം പൂർണ്ണമാകുന്നില്ല. ഒരിക്കൽ മഹാത്മാഗാന്ധി വത്തിക്കാനിൽ പോപ്പിനെ സന്ദർശിക്കുവാൻ പോയ അവസരത്തിൽ അവിടെ ഉള്ള ഒരുപാട് ദേവാലയങ്ങൾ അദ്ദേഹം സന്ദർശിക്കുവാനിടയായി. അവിടെ തന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഒരു ദേവാലയത്തിൽ അദ്ദേഹം കണ്ട ക്രൂശിത രൂപമായിരുന്നു. അതിൻ്റെ മുൻപിൽ ഏറെ നേരം ധ്യാനനിരതനായി അദ്ദേഹം നിന്നു. പിന്നീട് തിരികെ ഇന്ത്യയിൽ വന്ന് അദ്ദേഹം 1931 യങ് ഇന്ത്യ എന്ന പ്രസിദ്ധീകരണത്തിൽ ഇങ്ങനെ എഴുതി: ഞാൻ വത്തിക്കാനിൽ ക്രിസ്തുവിൻ്റെ സജീവമായ ഒരു ക്രൂശിത രൂപം കണ്ടു. അതിൽ നിന്ന് മഹത്വായ ഒരു പാഠം പഠിച്ചു. കുരിശിലെ മരണവ്യഥയിലൂടെ അല്ലാതെ നമുക്ക് തന്നെയോ നമ്മുടെ രാജ്യത്തിനോ ലോകത്തിന് തന്നെയോ ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. കുരിശിൻ്റെ ആകർഷണ വലയത്തിലായ ഗാന്ധിജി കുരിശിൻ്റെ തത്വശാസ്ത്രം മനസ്സിലാക്കി അതിനെ ഏറ്റവും ചലനാത്മകമാക്കി അഹിംസാ ചിന്തയ്ക്ക് രൂപം നൽകി അതിനെ പ്രവൃത്തിപഥത്തിലാക്കി. ഇന്നത്തെ പല വിപ്ലവ പ്രസ്ഥാനങ്ങൾ പോലും കുരിശിലെ ത്യാഗത്തിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാം. എന്നാൽ കുരിശിലെ സ്നേഹത്തെ ഉൾക്കൊള്ളുവാൻ സാധിക്കാത്തതുകൊണ്ട് പാളിപ്പോവുകയും ചെയ്യുന്നു. എല്ലാവർക്കും കുരിശു വേണം, എന്നാൽ യേശുവിനെ വേണ്ട. നല്ല ഒരു പങ്ക് ക്രിസ്ത്യാനികൾക്ക് യേശുവിനെ വേണം, എന്നാൽ കുരിശു വേണ്ട. അവർ കുരിശിൻ്റെ വേദനയും ത്യാഗവും ഇഷ്ടപ്പെടുന്നില്ല. യേശുവിൽ നിന്ന് വേർപ്പെടുത്തിയ കുരിശും കുരിശിൽ നിന്ന് വേർപ്പെടുത്തിയ യേശുവും അപൂർണമാണ്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാന തത്വം തന്നെത്താനെ ത്യജിച്ച് കുരിശെടുത്ത് യേശുവിനെ അനുഗമിക്കുക എന്നതാണ്. ഈ അനുഗമനം ദിനംതോറുമുള്ള ജീവിതാനുഭവമായിരിക്കണം. ത്യജിക്കുക എന്നത് വല്ലപ്പോഴും അല്പകാലത്തേക്ക് നീക്കിവെക്കുന്ന അല്പത്യാഗമല്ല. വീണ്ടും അവസരം ലഭിക്കുമ്പോൾ അവ ഉപയോഗിക്കുകയുമല്ല. സ്വയത്തോടെ ഇല്ല എന്ന് പറയുകയും ദൈവത്തോടെ അതെ എന്ന് പറയുകയുമാണ്. അതാണ് നോമ്പിൻ്റെ അർത്ഥം. കുരിശും യേശുക്രിസ്തുവും ഒരു ക്രിസ്ത്യാനിക്ക് രക്ഷയുടെ മുഖാന്തരമാണ്. യേശു കുരിശിൽ മരിക്കുമ്പോൾ അനുഭവിച്ച വേദനയും പീഡകളും കഷ്ടപ്പാടുകളും നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയായിരുന്നു. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം ലഭിച്ചു എന്ന് വചനം പറയുന്നു. പാപത്തിൻ്റെ ശിക്ഷയായ മരണത്തിൽ നിന്നും ഈ ലോകത്തിന് രക്ഷയുടെ വാതിൽ തുറന്നു കൊടുക്കുകയായിരുന്നു കുരിശിലൂടെ യേശുക്രിസ്തു ചെയ്തത്. സംഖ്യാപുസ്തകം 21-ാം അധ്യായത്തിൽ ഇപ്രകാരം നാം കാണുന്നു: മോശയും ഇസ്രയേൽ ജനങ്ങളും ഏദോം ദേശത്തെ ചുറ്റി പോകുവാൻ ഹോർ പർവ്വതത്തിൽ നിന്ന് ചെങ്കടൽ വഴിയായി യാത്ര പുറപ്പെട്ടു. എന്നാൽ വഴിയുടെ കാഠിന്യ നിമിത്തം ജനത്തിൻ്റെ മനസ്സ് ക്ഷീണിച്ച അവർ ദൈവത്തിനും മോശയ്ക്കും വിരോധമായി സംസാരിക്കുവാൻ തുടങ്ങി. അവർ പറഞ്ഞു: മരുഭൂമിയിൽ മരിക്കേണ്ടതിന് നിങ്ങൾ ഞങ്ങളെ കൊണ്ടുവന്നത് എന്തിന്? ഇവിടെ അപ്പവുമില്ല വെള്ളവുമില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ പഴിച്ചു. അപ്പോൾ യഹോവ അവരെ ശിക്ഷിച്ചു. അവരുടെ ഇടയിലേക്ക് അഗ്നിസർപ്പങ്ങളെ അയച്ചു. അവയുടെ ദംശനത്താൽ അനേകം പേർ മരിക്കുവാനിടയായി. പിന്നീട് ജനം മനസ്താപത്തോടെ മോശയോട് അപേക്ഷിച്ചു: ഈ സർപ്പങ്ങളെ ഞങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കുവാൻ നീ യഹോവയോട് അപേക്ഷിക്കുക. അങ്ങനെ മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു. യഹോവ മോശയോട് ഒരു താമ്ര സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കുവാൻ കൽപ്പിച്ചു. പിന്നെ ആരെങ്കിലും സർപ്പം കടിച്ചിട്ട് ഈ താമ്ര സർപ്പത്തെ നോക്കിയവർ അവർ രക്ഷ പ്രാപിക്കും. സർപ്പത്തെ നോക്കിയവർ രക്ഷ പ്രാപിച്ചതുപോലെ ക്രൂശിതനായ യേശുവിലേക്ക് നോക്കുന്നവർ രക്ഷ പ്രാപിക്കും. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 14-ാം വാക്യം ഇപ്രകാരം പറയുന്നു: മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അപ്രകാരം മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്കായിട്ടാണ് കാൽവറി ക്രൂശിൽ യേശു തൂക്കപ്പെട്ടത്. മോശയ്ക്കും ഇസ്രയേൽ മക്കൾക്കും ദൈവം താമ്ര സർപ്പത്തിലൂടെ രക്ഷയ്ക്കായി കൊടുത്ത കൽപ്പന പോലെ കൃപായുഗത്തിൽ ദൈവ ലോക ജനതയ്ക്ക് രക്ഷയ്ക്കായി കൊടുത്ത കൽപ്പനയാണ് ക്രൂശിതനായ യേശുവിലേക്ക് നോക്കുക എന്നുള്ളത്. അവങ്കിലേക്ക് നോക്കിയവർ രക്ഷിക്കപ്പെടും. ഇസ്രയേൽ മക്കളും അവർ കുത്തിയവെങ്കിലേക്ക് നോക്കുമ്പോൾ രക്ഷ പ്രാപിക്കും എന്ന് വചനം പറയുന്നു.
ക്രിസ്തുവിനോട് കൂടെ തൂക്കപ്പെട്ട കള്ളൻ രക്ഷിച്ചതുപോലെ, ക്രിസ്തുവിൻ്റെ വിലാപ്പുറത്ത് കുത്തിയ പടയാളി രക്ഷ പ്രാപിച്ചതുപോലെ, അത് കണ്ടു നിന്ന് അനേകം രക്ഷ പ്രാപിച്ചതുപോലെ ഈ ലോകവും കുരിശിലെ ക്രിസ്തുവിലേക്ക് നോക്കുവാൻ രക്ഷ പ്രാപിക്കുവാനും ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നോമ്പുകാലം നമുക്കെല്ലാവർക്കും ക്രൂശിതനായ യേശുവിങ്കിലേക്ക് നോക്കി രക്ഷയിൽ ശക്തി പ്രാപിക്കാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.